അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ, ജീവിതകാലം മുഴുവനും നല്ല അന്തസ്സോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ, ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് ഇസ്മാണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ. വഹാബ് എന്ന ഇസ്മിന്റെ പ്രത്യേകതകള്, ഗുണങ്ങള്, മഹത്വങ്ങള്, ഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, മൻ ദാവമ അലാ ദിക്രി യാ വഹാബ് 14 മറ ബഅദ സ്വലാത്തിൽ ഇശാ. ഒരാള് ഇശാ നിസ്കാരത്തിന്റെ ശേഷം 14 പ്രാവശ്യം, 14 വട്ടം, 14 തവണ യാ വഹാബ് എന്ന ഇസ്മ എല്ലാ ദിവസവും പതിവാക്കിയാൽ, ജീവിതകാലം മുഴുവനും മരണം വരെ പതിവാക്കിയാൽ, അഗ്നാഹുല്ലാഹു അമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് വലിയ ഐശ്വര്യം നൽകും. ഇവിടെ പറഞ്ഞത് മൻധാവമ എന്നാണ്. പതിവാക്കിയാൽ, പതിവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, അല്ലെങ്കിൽ കൂടിയാൽ 1 മാസം ചെയ്യുന്നതിനിക്ക് അല്ല പതിവ് എന്ന് പറയുന്നത്. പതിവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നതിനാണ് പതിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വലിയ ഒരു മഹത്വം ലഭിക്കണമെങ്കിൽ, ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, അല്ലാഹു ഐശ്വര്യത്തോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകണമെങ്കിൽ എല്ലാ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 14 പ്രാവശ്യം യാ വഹാബ് എന്ന ഇസ്മ ചൊല്ലണം. അല്ലാഹു നമുക്ക് പതിവാക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ. വഹാബ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ ഐശ്വര്യം, ബർക്കത്ത്, സന്തോഷം, റാഹത്ത്, മനസ്സമാധാനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്പം വഹാബ് എന്ന മഹത്തായ ഇസ്മ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്, يا وهاب يا الله، 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 يا وهاب يا الله،
يا وهاب يا الله 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 يا وهاب يا الله. പ്രിയമുള്ളവരെ, അടുത്തതായി ചൊല്ലാൻ പോകുന്നത് നാരിയത്ത് സ്വലാത്താണ്. നാരിയത്ത് സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമുള്ളൊരു സ്വലാത്താണ്. നാറ് എന്ന് പറഞ്ഞാൽ തീപ്പാറും വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കും. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരും. വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും. ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിത്തരും. രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകും. എത്ര വലിയ പ്രയാസം നിറഞ്ഞ സമയത്താണെങ്കിലും നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ മജ്‌ലിസിൽ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എന്താ 11ന്റെ കണക്ക്? മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. മൻ ദാവമ അലാ ഹദീ സ്വലാത്ത് നാരിയ കുല്ല യൗമിൻ 11 മർറ. എല്ലാ ദിവസവും ഒരാള് 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വകഅന്നഹു ഉസ്തുൻദില റിസ്ഖ മിനസ് സമായി വഉസ്തുഖ്രിജഹു മിനൽ അർദ്. ആകാശത്തിൽ നിന്നുള്ള ഒരു റിസ്ഖ് ഇറക്കി ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലത്തിൽ, അവൻ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ സാമ്പത്തികമായ ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കില്ല. കയ്യിൽ പൈസ ഇല്ലല്ലോ, കയ്യിൽ പണമില്ലല്ലോ, ജോലിയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം അള്ളാഹു അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല. അതേപോലെ തന്നെ സുബ്ഹിക്ക് ശേഷം സുബ്ഹിക്ക് ശേഷം 41 വട്ടം ചൊല്ലിയാൽ അവന്റെ അന്നത്തെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ ഇന്നത്തെ മജ്‌ലിസിൽ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നല്ലാഹ وملائكته يصلون على النبي
يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد
وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به الكرب تقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. സഹോദരങ്ങളെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ, ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ അതെല്ലാം മനസ്സിൽ കരുതി ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടണം എന്ന നല്ല നിയത്ത് വെച്ച് ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا الله. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകള്, തഹ്ലീലുകള്, ദിക്റുകള്, സ്വലാത്തുകള്, പരിശുദ്ധ ഖുർആൻ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെയും തഹ്ലീലിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഞങ്ങൾ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ, രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള്, എല്ലാ ദോഷങ്ങള്, എല്ലാ പാപങ്ങള് ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാഹ്. വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബക്കാര്, ഉസ്താദന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മോമിനീങ്ങളായ ആണുങ്ങള്, മോമിനത്തുകളായ പെണ്ണുങ്ങള് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിന്ന് നിന്റെ പൊരുത്തത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, ഉസ്താദന്മാര്, ശിഷ്യന്മാര്, വാക്കൊണ്ടേൽപ്പിച്ചവര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര്, എല്ലാവർക്കും നീ ധാരാളം ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കാണാത്ത, ഞങ്ങളറിയാത്ത, ഞങ്ങളെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ സമയം അതെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ്. കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ക്യാൻസറിന്റെ ഒരു അംശം പോലും നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലേ അല്ലാഹ്. ഒരുപാട് ക്യാൻസർ രോഗികള് കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്‌ലിസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരും കൂട്ടുകാരും ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. എല്ലാവർക്കും നീ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്കും ഒരു തകരാറും നൽകല്ലേ അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാഹ്. ഒരു പ്രയാസവും നൽകല്ലേ അല്ലാഹ്. ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ലാഹ്. മൂത്ര സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. വയറ് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണേ അല്ലാഹ്. പ്രഷറും പ്രമേയവും ഷുഗറും നോർമലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ശരീരത്തിന്റെ പുറത്തുള്ള വേദനകള്, തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, ചെവി വേദന, പല്ല് വേദന, നെഞ്ചുവേദന, മുട്ടുവേദന, കൈകാല് കിടച്ചൽ വേദനകൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു വേദനയും ഒരു പ്രയാസം, ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഐസിയുവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലും പോയി കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. കാലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണം നൽകല്ലേ അല്ലാഹ്. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നടുറോട്ടിൽ ഞങ്ങളെ നീ മയ്യിത്താക്കല്ലേ അല്ലാഹ്. വാഹനങ്ങൾ തമ്മിലിടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ്. പടച്ചവനെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നടുറോട്ടിൽ ഞങ്ങളെ നീ കുടുക്കല്ലേ അല്ലാഹ്. നടുറോട്ടിൽ ഞങ്ങളെ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വേണ്ടപ്പെട്ട ഒരു ടീമാകുന്ന മരണം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തില് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മുത്തുനബിയുടെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഒരു നല്ല മരണം നല്ല സമയത്ത് നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ നല്ല രാവിലെ നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള വലിയ തൗഫീഖ് ഭാഗ്യം നൽകി പാവികളായ സാധുക്കളായ ദോഷികളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്‌ലിസിലുള്ള ആളുകളുണ്ട്. പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്. പടച്ചവനെ, എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാഹ്.
മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പടച്ചവനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് സ്വാലിഹീങ്ങളാ ഖൈറായ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന മക്കളെ നീ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും, ഒരു വിഷമം അവർക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വലീഹങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. തെമ്മാടികളാക്കല്ലേ അല്ലാഹ്. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ചീത്തപേര് കേൾപ്പിക്കുന്ന തമ്മാടികളാക്കല്ലേ അല്ലാഹ്. 5 വക്ത നിസ്കാരം ഉള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, വെള്ളമില്ലാത്ത ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട്. അവർക്ക് നല്ല വെള്ളം കുടിക്കാൻ ആവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള നല്ല വെള്ളം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. വെള്ളത്തിന് ഞങ്ങളുടെ വീട്ടിലുള്ള നാട്ടിലുള്ള വെള്ളത്തിനൊരു കുറവും നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ അല്ലാഹ്. കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹക്കടപാട് ബാക്കിയാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ജോലിയില്ലാത്തവർക്ക് നീ ഖൈറായ ജോലി നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നല്ല ജോലിയും നല്ല ശമ്പളവും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. കച്ചവടമില്ലാത്തവരുണ്ട്, കച്ചവടം തകർന്നവരുണ്ട്. ആ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിലും നല്ല കച്ചവടവും നല്ല പുരോഗതിയും നല്ല റാഹത്തും നല്ല സന്തോഷവും നീ നൽകണേ അല്ലാഹ്. കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ നല്ല ഫലം നീ കൊടുക്കണേ അല്ലാഹ്. വാഹനം ഓടിക്കുന്നവരുണ്ട്, അതിന് നല്ല ബർക്കത്ത് നൽകണേ അല്ലാഹ്. കൂലിപ്പണി എടുക്കുന്നവരുണ്ട്, നീ ശരീരത്തിലേക്ക് നല്ല ആഫിയത്തും ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടലിൽ പോകുന്നവരുണ്ട്, കടലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് നീ നല്ല ബർക്കത്ത് നൽകണേ അല്ലാഹ്. നല്ല സന്തോഷം നൽകണേ അല്ലാഹ്. നല്ല മത്സ്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അവർ നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഇസ്സത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സിഹർ, കണ്ണേറ്, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിലോ, ഞങ്ങളെ വീട്ടിലോ, ഞങ്ങളെ ഭാര്യ മക്കളിലോ, ഞങ്ങളെ മാതാപിതാക്കളിലോ, കൂട്ടുകുടുംബത്തിലോ, ഞങ്ങളെ കച്ചവടത്തിലോ, ബിസിനസ്സിലോ, കൃഷിയിലോ, വാഹനത്തിലോ, ജോലിയിലോ സിഹർ ഉണ്ടെങ്കിൽ, കണ്ണേറുണ്ടെങ്കിൽ, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷർറുകൾ ഞങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ അതെല്ലാം നീ ബാത്തിലാക്കി തരണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിന്റെ പല അംഗങ്ങളും ഇന്ന് ഖബറുകളിലാണ്. ഉസ്താദുമാര് ഖബറുകളിലാണ്. ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര് ഖബറുകളിലാണ്. ഞങ്ങളെ സഹായിച്ചവര് ഖബറുകളിലാണ്. ഈ അടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗീയ കവാടം അവിടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ ഇടുക്കിൽ നിന്നും, അദാബിൽ നിന്നും, ഫിത്നയിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നാട്ടിൽ നിന്നും, കൂട്ടത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്ത് ഹലാലായ ജോലിയാണെങ്കിലും നീ ധാരാളം ഖൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ, കൂട്ടുകാര്, കുടുംബക്കാരെ
നീ കാവല് നൽകണേ അല്ലാ. ഒരു പ്രയാസത്തിനും ഒരു അപകടത്തിനും ഒരു വിഷമത്തിനും ഒരു കുടുക്കിലും അവരെ നീ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലെ എല്ലാവിധ ഫളിയത്തിൽ നിന്നും കുടുക്കിൽ നിന്നും ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ കുടുക്കുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഫളിയത്തിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ, ഞങ്ങള് ഉസ്താദുമാര്, കൂട്ടുകാര്, കുടുംബക്കാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ, കുടുക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ കുടുക്കുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറയിലും സിറാത്ത് പാലം കിടക്കുന്ന സമയത്തും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ സഹായം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം മജ്‌ലിസിന്റെ ബറക്കത്തോട് എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. എല്ലാ തടസ്സങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ മുടക്കങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അസൂയക്കാരുടെ അസൂയയിൽ നിന്ന്, ഫിത്നയുടെ ഫിത്നകളിൽ നിന്ന്, ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന്, ആശിരീങ്ങളുടെ ഹസദിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന്, ഐനീങ്ങളുടെ ഐനിൽ നിന്ന്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന്, എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വാക്കുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ നീ ഉയർച്ച നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ എന്ത് മുറാദ് മനസ്സിൽ ഉദ്ദേശിച്ച്, എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച്, എന്ത് കാര്യം മനസ്സിൽ നിയത്താക്കി മജ്‌ലിസിൽ ഹാദിറായ മജ്‌ലിസിൽ പങ്കെടുത്ത സഹോദര സഹോദരിമാരുണ്ടോ പടച്ചവനെ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാ ആളുകളെയും നീ കാക്കണേ അല്ലാ. നിങ്ങളുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി നീ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين. السلام عليكم.